അയ്യപ്പസ്വാമിയെ പമ്പയിൽ ആറാട്ടിന് ശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തി. വൈകിട്ട് 4 മണി വരെ ഭക്തർക്ക് ദർശനത്തിനും പറവഴിപാട് സമർപ്പിക്കുന്നതിനും സൗകര്യമുണ്ട്. പമ്പയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭക്തസഹസ്രങ്ങളെ സാക്ഷിയാക്കി അയ്യപ്പസ്വാമിക്ക് പമ്പയിൽ ആറാട്ട് നടന്നു. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ആറാട്ട് ചടങ്ങുകൾ. ക്ഷേത്രത്തിൽ നിന്നും സന്നിധാനത്ത് നിന്നും ആനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളി പമ്പയിലെത്തിയപ്പോൾ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി തിടമ്പ് ഏറ്റുവാങ്ങി ആറാട്ട് കടവിലേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ചു. തുടർന്ന് ആറാട്ട് ചടങ്ങുകൾ നടന്നു. പമ്പയിൽ തിങ്ങി നിറഞ്ഞ ആബാലവൃദ്ധം അയ്യപ്പസ്വാമിയുടെ ഭക്തജനങ്ങളെയും സാക്ഷിയാക്കി ശരണമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭഗവാന്റെ ആറാട്ട് ദർശന സായുജ്യമായി ഭക്തർ കണ്ടുനിന്നു. ശരണം മന്ത്ര മുഖരിതമായിരുന്നു പമ്പ. ഇപ്പോഴും പമ്പയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ആറാട്ടിന് ശേഷം ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് ഇരുത്തി. ഇനി വൈകിട്ട് 4 മണി വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ട്. ഭക്തർക്ക് പറവഴിപാട് സമർപ്പിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. വലിയ ഭക്തജന തിരക്കാണ് പമ്പയിൽ അനുഭവപ്പെടുന്നത്. ഭഗവാനെ ദർശിക്കുന്നതിനും പറവഴിപാട് സമർപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ടുള്ള പമ്പ ഗണപതി കോവിലിൽ ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തിയപ്പോഴുള്ള ആ ഭക്തജന തിരക്കാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഭക്തജനങ്ങൾ വലിയ രീതിയിൽ എത്തിയിരിക്കുന്നു. തീർത്ഥാടകർ മാത്രമല്ല, വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന അയ്യപ്പ ഭക്തരും പമ്പയിൽ തിങ്ങി നിറഞ്ഞിരുന്നു. ആറാട്ട് ദർശിക്കുന്നതിനും ഭഗവാന് പറവഴിപാട് സമർപ്പിക്കുന്നതിനും ദർശനത്തിനുമൊക്കെയായി തിങ്ങി നിറഞ്ഞു നിന്ന വലിയ ഭക്തജന തിരക്ക് അത് ഇപ്പോഴും തുടരുകയാണ്. ഇനി ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടുന്ന സമയം വരെയും പമ്പയിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി ഇവിടെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യവും പറവഴിപാട് സമർപ്പിക്കുന്നതിനുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിരിക്കുന്നു. വൈകിട്ട് 4 മണിക്ക് ആറാട്ട് ഘോഷയാത്ര പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മടങ്ങും. മരക്കൂട്ടം, ശബരിപീഠം, അപ്പാച്ചിമേട്, നീലിമല വഴി സന്നിധാനത്ത് ഘോഷയാത്ര എത്തുമ്പോൾ 10 ദിവസത്തെ പൈങ്കിനി ഉത്രം ഉത്സവത്തിന് സമാപനമായി ഭഗവാന്റെ തിരുവുത്സവത്തിന് കൊടിയിറങ്ങും. നാളെ മുതൽ വിഷു ഉത്സവം നടക്കുന്നതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ തുടർന്ന് നട തുറക്കുകയും 18-ാം തീയതി പൂജകളെല്ലാം പൂർത്തിയാക്കി നട അടയ്ക്കുകയുമായിരിക്കും. ഉത്സവം പൂർത്തിയാക്കിയാലും ഇനിയുള്ള ദിവസങ്ങളിലും ദർശന സൗകര്യം ഭക്തജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഭക്തി സാന്ദ്രമാണ് പമ്പ. വലിയ ഭക്തജന തിരക്ക് പമ്പയിലും സന്നിധാനത്തും ഇന്ന് അനുഭവപ്പെടുന്നു എന്നുള്ളതുമുണ്ട്. ഇനി ഭഗവാനെ ദർശിച്ചതിന് ശേഷം വൈകിട്ട് 4 മണിക്ക് ആറാട്ട് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ ഭഗവാൻ തിരികെ മടങ്ങി സന്നിധാനത്ത് എത്തുമ്പോൾ അത് ഭക്തിയുടെ പാരമ്യത്തിലേക്ക് സന്നിധാനം എത്തുന്ന കാഴ്ചയായിരിക്കും വൈകുന്നേരം കാണാൻ കഴിയുക. പമ്പയിൽ നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.